സോളാർ കമ്മീഷനിൽ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുകയാണ്. ബാംഗ്ലൂർ കേസിലെ വിധിപ്പകർപ്പ് വ്യവസായി കുരുവിള കമ്മീഷനിൽ ഹാജരാക്കി. വിശദാംശങ്ങൾ സിജു നൽകും. സിജു, ഒരു മണിക്കൂറോളം അടുക്കുന്നു ഉമ്മൻചാണ്ടിയുടെ വിസ്താരം ആരംഭിച്ചിട്ട്. ഇപ്പോൾ ലോയേഴ്സ് യൂണിയൻ വാദം വിസ്താരം പൂർത്തീകരിച്ചുവോ? എന്താണ് കമ്മീഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ? പ്രജീഷ്, ലോയേഴ്സ് യൂണിയന്റെ വിസ്താരമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി കേസും അതായത് സോളാർ കേസുമായി ബന്ധപ്പെട്ട 33 കേസുകളും അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഉമ്മൻചാണ്ടി ഇത് സംബന്ധിച്ച് സോളാർ കമ്മീഷനിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും താൻ ഇടപെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, നിയമസഭയിൽ പറഞ്ഞ പോലെ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നിരുന്നോ എന്ന് DGP പരിശോധിച്ചിരുന്നോ എന്ന് ലോയേഴ്സ് യൂണിയൻ ചോദിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല. അന്വേഷണം ശരിയായ രീതിയിൽ നടന്നതായി അനുമാനിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഈ കമ്മീഷനിൽ നിന്ന് വിസ്താരം തുടങ്ങിയപ്പോൾ തന്നെ നേരത്തെ വ്യവസായി കുരുവിള ബാംഗ്ലൂർ കേസുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ പകർപ്പ് കമ്മീഷന് ഹാജരാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ലോയേഴ്സ് യൂണിയൻ ഇപ്പോൾ കമ്മീഷനിൽ ഉമ്മൻചാണ്ടി വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന 7 മാസം കഴിഞ്ഞു. പുതിയ സർക്കാരിന് ഈ അന്വേഷണ സംഘത്തെക്കുറിച്ച് ഒരു സംശയവും സോളാർ കേസ് അന്വേഷിക്കുന്ന സംഘത്തെക്കുറിച്ച് തന്നെ ഒരു സംശയവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ പെടുത്താം എന്ന് തീരുമാനിച്ചിരുന്നു. അസംബ്ലി രേഖകളും മാധ്യമ വാർത്തകളും പരിശോധിച്ച് കമ്മീഷന്റെ നടപടി ശരിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്നതും അതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് പുറത്തും അകത്തും ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചത്. അതുപ്രകാരമാണ് അന്വേഷണം നടന്നതെന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 14 നേരത്തെ തന്നെ ലോയേഴ്സ് യൂണിയൻ വാദമുഖങ്ങൾ ഉന്നയിച്ച വിസ്താരം നടത്തിയ സാഹചര്യത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അതിൽ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഈ CCTV സ്ഥാപിച്ചത് നേരത്തെ LDF സർക്കാരിന്റെ കാലത്താണ്. മാത്രമല്ല, 14 ദിവസത്തെ രേഖകൾ മാത്രമേ ദൃശ്യങ്ങൾ മാത്രമേ പതിയൂ എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നേരത്തെ ഈ കമ്മീഷൻ വിസ്താരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളോട് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം ഇതാണ്. നേരത്തെ തന്നെ സോളാർ കമ്മീഷനിൽ പറയാനുള്ള കാര്യങ്ങൾ മുൻപ് വിസ്തരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിനപ്പുറമായി യാതൊന്നും തന്നെ പറയാനില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇപ്പോൾ കമ്മീഷൻ വിളിച്ചതനുസരിച്ചാണ് വീണ്ടും വന്നിരിക്കുന്നത്. മാത്രമല്ല, അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോഴും ലോയേഴ്സ് യൂണിയന്റെ വിസ്താരത്തിൽ ഉമ്മൻചാണ്ടി നടത്തിയിരിക്കുന്നത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. എമർജിംഗ് കേരളയിൽ ടീം സോളാറിന്റെ പങ്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല. തൻ്റെ കത്ത് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് അന്ന് താൻ വ്യക്തമാക്കിയിരുന്നു. അതിൽ അന്വേഷണം നടത്തി വ്യാജമാണെന്ന് കണ്ടെത്തുകയും പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തതാണ്. തൻ്റെ ഔദ്യോഗിക വസതിയിലും അതോടൊപ്പം തന്നെ ഓഫീസിലും സോളാർ പാനൽ സ്ഥാപിച്ചത് ടീം സോളാർ ആണെന്ന ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വാദമുഖങ്ങളായി ഈ വിസ്താരത്തിനിടയിൽ ഉമ്മൻചാണ്ടി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് സോളാർ തട്ടിപ്പിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല, ഈ അന്വേഷണത്തോട് എല്ലാ തരത്തിലും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട 33 കേസുകളിൽ അന്വേഷണം നടത്തിയിട്ട് നിയമ നടപടികൾ അതുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ലോയേഴ്സ് യൂണിയനാണ് ഉമ്മൻചാണ്ടിയെ കമ്മീഷനിൽ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജീഷ്, വ്യവസായി കുരുവിള ബാംഗ്ലൂർ കോടതിയുടെ വിധിപ്പകർപ്പ് കമ്മീഷനിൽ ഹാജരാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ടീം സോളാറുമായി യാതൊരു ബന്ധവുമില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണോ ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്നത്? നേരത്തെ നൽകിയ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ മുഖ്യമന്ത്രിയുടെ മുൻഗൺമാൻ സലീം രാജ് വ്യക്തമായി സരിതയെ മുഖ്യമന്ത്രി തൻ്റെ ഫോണിലൂടെ ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സോളാർ കമ്മീഷനിൽ വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഈ തലത്തിൽ നോക്കുമ്പോൾ പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത എങ്ങനെ? മുഖ്യമന്ത്രി പഴയ നിലപാടിൽ നിന്നും പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യം ഉയരുന്നുണ്ടോ? പ്രജീഷ്, ഈ സലിം രാജിന്റെ വാക്കുകൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടിക്ക് അതൊരു വിനയായി തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം അന്ന് ഈ കേസ് ഉയർന്ന സാഹചര്യത്തിൽ ഗൺമാൻ സലിം രാജ് പലവട്ടം ഏകദേശം 600-ലേറെ തവണ സരിതയെ ബന്ധപ്പെട്ടിരുന്ന തരത്തിലാണെന്ന് ആദ്യം വന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി നിഷേധിച്ചിരുന്നത്. കാരണം ഗൺമാൻ വിളിക്കുന്നത് ഗൺമാനാണ് സരിതയെ വിളിച്ചിരുന്നത്, താനല്ല എന്ന തരത്തിൽ അന്ന് ഉമ്മൻചാണ്ടി വാദമുകൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ സലിം രാജ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയതാണ്. 600-ലേറെ തവണ സലിം രാജ് ഇത്തരത്തിൽ സരിതയെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഫോൺ വിളിച്ചത് സലിം രാജിന്റെ ഫോണാണ് ഉപയോഗിച്ചത്. പക്ഷേ വിളിച്ചത് ആര് ആണ് എന്ന
സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് സ്വാഭാവികമായും ഇനി ഇത്തരത്തിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ന് ഒരുപക്ഷെ ലോയേഴ്സ് യൂണിയനാണ് വിസ്തരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ സലിംരാജിന്റെ ഫോണിലൂടെ ആരാണ്, സലിംരാജ് മാത്രമാണോ വിളിച്ചത്, ഉമ്മൻചാണ്ടി അതോ നേരത്തെ ഉണ്ടായിരുന്നു, നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ പി എ ആയിരുന്ന ടെന്നി ജോപ്പൻ അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാണ്. ഇവരിൽ ആരൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, ഉമ്മൻചാണ്ടി എത്ര തവണ സരിതയെ വിളിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായും പരിശോധനകളിലൂടെയും ഇനിയും ആ തെളിവുകൾ പരിശോധിക്കുകയും അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഉമ്മൻചാണ്ടി ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, സോളാർ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു പങ്കുമില്ല, താൻ നേരത്തെ കമ്മീഷനിൽ ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനകളോടെ മാത്രമേ ഇത് ഇനി വെളിവാകാൻ കഴിയുകയുള്ളൂ. സലിംരാജിന്റെ ഫോണിലൂടെ ഉമ്മൻചാണ്ടി വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര തവണ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. പ്രജീഷ്, ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷനിൽ വിസ്തരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സിജു നൽകിയത്.